എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ അമ്മായിയമ്മ മരുമകൾ വേർഷൻ തന്നെയാണ് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല അഭിപ്രായങ്ങളാണല്ലോ, അതായത് പല ഘട്ടങ്ങളിൽ പല അഭിപ്രായങ്ങളാണ് നമുക്ക് അമ്മായിമാരെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അത് വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്തുണ്ടല്ലോ, നമ്മുടെ അമ്മായിമ്മേനെ കുറിച്ചിട്ട് നമ്മുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഹായ് ഡി, എന്താ പണിങ്ങനെ? അതെ, ഹാടി അമ്മായിമ്മ ഭയങ്കര സൂപ്പറാടി, നന്നായി സംസാരിക്കും. ഹായ്, എന്നെ കുറേ വട്ടം കാണാൻ വേണ്ടി വന്നു, വീട്ടിലോട്ട് വന്നു, കുറേ ഫ്രൂട്ട്സ് ഒക്കെ തന്നോടി, നല്ല സ്വഭാവമാടി. എൻ്റെ ഭാഗ്യടി. എനിക്ക് എൻ്റെ അമ്മ പോലെ തന്നെ ഒരു അമ്മേനെ കിട്ടിയല്ലോ. അതെ അതെ. ശരിടി, ശരി, ഓക്കെ ഓക്കെ. ശരി ശരി. ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള അമ്മായിമ്മയുടെ സ്വഭാവത്തെ കുറിച്ച് കൂട്ടുകാരോട് പറയുന്നത് എന്താന്ന് നോക്കാം. ഹലോ ആടി, പണികളൊക്കെ അതേ കഴിഞ്ഞു വരുന്നു. ഇനിയിപ്പോൾ എന്തിട്ടാ, തുടയ്ക്കണം, അടിക്കണം, അതൊക്കെ തന്നെ. ബാക്കിയുള്ള പണികളൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യും. രണ്ടുപേരും എന്ന് പറഞ്ഞാൽ അമ്മയും ഞാനും. മറ്റുള്ളവരെ അമ്മായിമ്മ പോലെയൊന്നുമല്ല, ഭയങ്കര ഹെൽപ്ഫുള്ളാ. അതെ അതെ. ഇല്ലടി, അങ്ങനെ പ്രത്യേകിച്ചൊന്നും വഴക്കൊന്നും ഉണ്ടാവാറില്ല. നീ അങ്ങനെ ചോദിച്ചേ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ശരിടി, അപ്പോൾ ശരി എന്നാ, ശരി, ഓക്കെ ഓക്കെ, ശരി ശരി. പാവം, അവളുടെ അമ്മായിമ്മ എപ്പോഴും അവൾക്ക് തൊഴിലും കൊടുക്കില്ല. സാരില്ല, റെഡി ആവട്ടോ. ഇനി ഒരു കുട്ടിയായതിനു ശേഷം നമ്മുടെ അമ്മായിമ്മനെ കുറിച്ച് നമ്മുടെ നടി നമ്മുടെ കൂട്ടുകാരോട് പറയുന്ന അഭിപ്രായം കേൾക്കാം. അവിടെ ഇരിക്കും കുട്ടി. ഒരു സമയം തരില്ല. ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് ദൈവമേ? ഫോണടിക്കണോ, കുട്ടിക്കറിയണോ, അവിടെ പാത്രങ്ങളെ എഴുതാനാണ്. എന്ത് ഭഗവാനെ, ഞാൻ തോറ്റു. ഒന്ന് മിണ്ടാണ്ടിരിക്കും കൊച്ചേ. ഹലോ, എന്താണ് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പണി. മനുഷ്യനോട് 100 ഘട്ടം പണികളാണത്. അമ്മായിമ്മ, നീ അമ്മായിമ്മയുടെ കാര്യമൊന്നും പറയണ്ട. വെറുതെ നേരം വിളിച്ചപ്പോ കൈയും കാലും കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടല്ലോ അവർക്ക്. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഭയങ്കര ഒളിപ്പിക്കലായിരുന്നു. ഇപ്പോ എവിടെ? മനുഷ്യന് ദേഷ്യം വന്നിട്ട് വയ്യ. ഒരു പണി ചെയ്യലടി, കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കില്ല. അതേ വെള്ളം കഴിയും, ഒരു വെള്ളം എടുത്ത് കൊടുക്കണം. ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കേട്ടേന്റെ അമ്മയെ പോയില്ലേ? ശരിടി, ഇവിടെ കുറെ പണികളൊക്കെ ഉണ്ട്. ശരി ശരി, ഞാൻ ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് വിളിക്കാം, നീ ഇങ്ങോട്ട് വിളിക്കണ്ട. ശരി ശരി, ഓക്കെ, ബൈ. ദൈവമേ. അപ്പൊ ഗൈസ്, എന്തൊക്കെ ഞാൻ കാണിച്ചു കൂട്ടിക്ക് എനിക്ക് ഒന്നും അറിയത്തില്ല. ചെറിയൊരു സ്ക്രിപ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കാം ഞാൻ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.